ശരിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഇടപെടലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ. മനോഹരമായിട്ടുള്ള പ്രസംഗമായിരുന്നു. പാർലമെൻ്ററി ഇടപെടൽ എന്ന മട്ടിൽ നല്ലതായിരുന്നു അത്. ശരിക്കും ആ തരത്തിൽ പിന്നെ ബി രാജീവൻ സാറ് പറഞ്ഞത് ശരിയാണല്ലോ, ഇവരെടുക്കുന്നുണ്ടല്ലോ ഒരു മുൻകൈ എന്ന തോന്നലുണ്ടാകുന്ന കാര്യം തന്നെയാണ് എനിക്കും ഉണ്ടായത്. ഇതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഹർഷ, അതായത് നമ്മൾ ഈ CJP സമരത്തോടെ കണ്ട ഒരു കാര്യമുണ്ടല്ലോ, അതായത് സമരങ്ങളെ അഗ്രസീവായിട്ടല്ല, സർക്കാസ്റ്റിക്കായിട്ടും ഏറ്റവും രൂക്ഷമായിട്ട് അടികിട്ടുമ്പോഴും അതിനോട് തമാശയായിട്ടും മറ്റുമൊക്കെ പെരുമാറുന്ന ഈ ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ ഭാഷയെ പ്രിയങ്ക ഗാന്ധി എടുത്തിട്ട് നേരെ പാർലമെൻറ്റിൻ്റെ നടുവിലേക്ക് വെച്ച പോലെയാണ് എനിക്ക് ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത്. ചിരിക്കായിരുന്നു വെച്ചാൽ ഈ പിന്നെ ബിൽക്കീസ് ബാനു കേസിൽ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിരിക്കായിരുന്നു എന്നല്ല, അത് അതിനുവേണ്ട ഗൗരവം കൊടുത്ത്, ഈ തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അതിനുവേണ്ട രാഷ്ട്രീയമായ ഗൗരവം കൊടുത്ത്, പക്ഷേ അങ്ങേയറ്റം ഇവരുണ്ടാക്കുന്ന ബഹളങ്ങൾക്ക് മുന്നിൽ വളരെ സമചിത്തതയോട് കൂടിയിട്ട് വളരെ ശാന്തയായിട്ട് നമ്മൾ ഈ CJP സമരത്തിൽ പോലീസ് ലാത്തിചാർജ് നടത്തുമ്പോൾ നെയിം ബാഡ്ജ് ഇല്ലാതെ ലാത്തിചാർജും ഈ വെല്ലറ്റ് ഗണ്ണുമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ചിരിച്ചും പാട്ടുപാടിയും നിന്ന ഈ രാജ്യത്തെ യുവത്വത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനെ പ്രിയങ്ക ഗാന്ധി അപ്പാടെ എടുത്തിട്ട് അവിടെ പ്രതിഫലിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഈ CJP സമരത്തിനും അപ്പുറത്ത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ എത്രമാത്രം വലിയ ഒരു വേരുണ്ടതിന്. ഇപ്പോൾ മഹാത്മാഗാന്ധി എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ തന്നെ ഇത്തരം അഗ്രസീവായിട്ടുള്ള സമരങ്ങളോട് അഹിംസ കൊണ്ടും സ്വയം സ്വയം താഴ്ന്നു നിന്നുകൊണ്ടും ഒക്കെ സമരം നടത്തുക എന്നാണ് നമ്മുടെ രാഷ്ട്ര ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ കുറേ ആയിട്ട് അഗ്രസീവായിട്ടുള്ള ഇടപെടലിലൂടെ അത് അങ്ങനെ മാറിയിരിക്കുകയാണ്. പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒന്ന് CJPയിൽ നിന്ന് കൊളുത്തി നമ്മൾ തലമുറ തോറും കെടാതെ എന്ന് പറയുന്നില്ല. അപ്പോൾ CJPയിൽ നിന്ന് ആ ദീപശിഖ വാങ്ങിയിട്ട് പ്രിയങ്ക ഗാന്ധി ഈ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് വെച്ചു എന്ന കാര്യം എനിക്ക് ആ തലക്കുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് അതിനകത്ത് രണ്ടാമത്തെ ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധി ഈ കാര്യം പറയുമ്പോൾ ഇപ്പോൾ പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലക്ക് വലിയ ലൈം ലൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ മാറിയിരിക്കുന്നു, ഇത്രയും വലിയ സംഭവത്തിന് ശേഷം പ്രഹ്ലാദ് ജോഷി വരുന്നു. ലോകശ്രദ്ധയിലാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസിറ്റീവായിട്ട് അദ്ദേഹത്തിന് നേരെ വരാവുന്ന ഒരു പോയിന്റിനെ പ്രിയങ്ക ഗാന്ധി സ്മൂത്തായിട്ട് എടുത്ത് അങ്ങോട്ട് വെച്ചു. യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന BJP സംഘപരിവാര പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിഷയം എന്താണ്? അത് ഗുജറാത്തിലെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിൽ നിന്ന് ഈ എമ്പുരാൻ സിനിമ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടു. കാരണം അവർ മറക്കാൻ ശ്രമിക്കുന്നില്ല. അവരിൽ പല ആളുകളുടെയും ഉള്ളിൽ അഭിമാനത്തോടെ അവർ ഓർക്കുന്ന ഒരു സംഗതിയാണ് ഗുജറാത്തിലെ ഈ സംഗതി, വലിയ വംശഹത്യ എന്നൊക്കെ പറയുന്നത്. TG മോഹൻദാസിനെ പോലെ മനസ്സുള്ള ആളുകൾ അതിനകത്ത് അങ്ങനത്തെ ആളുകളുണ്ടല്ലോ, അവർ വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരേടാണ്. പക്ഷേ ഇന്ത്യ പോലൊരു മഹാജനാധിപത്യ രാജ്യത്തെ ഭരിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ ഇത്രയ്ക്ക് അഗ്രസീവായിട്ടും ഇത്രയ്ക്ക് ദുഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പ്രദർശിപ്പിച്ച് പോകാൻ പറ്റില്ല എന്ന ബോധ്യം ഇപ്പോൾ 10-12 വർഷക്കാലമായിട്ട് ഭരിക്കുന്നത് കൊണ്ട് ആ ഉത്തരവാദിത്തമുണ്ട്. പുറം ലോക രാജ്യങ്ങൾ വിശ്വഗുരു എന്ന നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും ഇനി അഗ്രസീവായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള ഈ സംഗതിയെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യമല്ല. അത് അപ്രതീക്ഷിതമായിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് വന്നപ്പോഴാണ് ഇവരാകെ ഷെയ്ക്കണായിട്ട് അങ്ങേയറ്റം വലിയ അഗ്രസീവായിട്ട് ഈ മോഹൻലാലിനും പൃഥ്വിരാജിനെതിരെ ആഞ്ഞടിച്ചത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അത് അപ്രതീക്ഷിതമായിട്ടൊരു ഭാഗത്തു നിന്നായിരുന്നു വന്നത്. ആ കൃത്യമായിട്ട് ആ പോയിന്റ് എടുത്തിട്ട് പ്രിയങ്ക ഗാന്ധി സ്മൂത്തായിട്ട് എടുത്ത് വെക്കുക ചെയ്തത്. ഹർഷൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് ബിൽക്കീസ് ബാനു റേപ്പ് ചെയ്യപ്പെടുക, കുട്ടിയെ അങ്ങേയറ്റം, അതായത് ഈ ജനാധിപത്യപരമായിട്ട് ആധുനികമായ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ സഹിക്കാൻ പറ്റാത്ത അതിക്രൂര സംഭവമാണ് അവിടെ നടന്നത്. അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോയി. അവർക്ക് സമയം കഴിയുന്നതിന് മുമ്പേ പുറത്തേക്ക് ഇറക്കി വിട്ടു. വലിയ രാഷ്ട്രീയ പ്രശ്നമുണ്ടായി, വിമർശനമുണ്ടായി. അപ്പം അതിനെ അനുകൂലിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ അത് നിയമപരമായിട്ട് അനുകൂലിക്കുന്ന വ്യാജേന വന്ന് സംസാരിച്ച ആളാണ് പ്രഹ്ലാദ് ജോഷി. ഇതെടുത്തിട്ട് മുന്നോട്ട് വെച്ച് കളഞ്ഞു അവർ വളരെ സ്മൂത്തായിട്ട്. രാഷ്ട്രീയമായിട്ട് ഇത്രയും രാഷ്ട്രീയ ജാഗ്രതയോടുള്ള ഒരു ഇടപെടൽ ഞാൻ സമീപകാലത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. അത് ഹർഷൻ, അത് ലൈവ് കാണുമ്പോൾ പ്രിയങ്ക ഗാന്ധി എന്ത് സ്മൂത്തായിട്ടാണ്, നിങ്ങൾ ബഹളം വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു പോകും. സഭാരേഖകളില്ല, പക്ഷേ രാജ്യത്തിൻ്റെ മനസ്സിലേക്കത് വിട്ടുകഴിഞ്ഞു. അത് ആരുടെ മനസ്സിലേക്കാണ് പോകുന്നത്? ഇപ്പോൾ ഈ യുവജനത നേരത്തെ രാഷ്ട്രീയം ശ്രദ്ധിക്കാതെ മടുത്ത് മുന്നോട്ട് പിന്മാറിയിരുന്ന യുവജനതയുടെ അധിക ശ്രദ്ധ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ കൂടെയാണ് ഇത് വരുന്നതെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ അസമിലെ BJP മന്ത്രിയുടെ മകള്, ഉത്തർപ്രദേശിലെ BJP MP മകള് ഒക്കെ ഈ സമരത്തിനൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും കേട്ടിട്ടില്ലാത്ത ഇങ്ങനെ അഗ്രസീവായിട്ടുള്ള ദുഷ്ടമായൊരു പാസ്റ്റ് ഇതിൽ ഇങ്ങനെയൊരു കൂട്ടർക്കുണ്ട് എന്ന് ഈ ചെറുപ്പക്കാർ മനസ്സിലാക്കുന്നതിനെടുത്ത് മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ കൊണ്ട് തീരുമോ? ഇന്നിപ്പോൾ സഭ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആൾ ഹൈബി ഈഡനൊക്കെ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നതിന് പിന്നിലുണ്ട്. വളരെ സന്തോഷത്തോടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും വളരെ രാഷ്ട്രീയോർജ്ജം പ്രസരിക്കുന്ന മുഖമായിട്ടാണ് ഹൈബി ഈഡനൊക്കെ പിന്നിലിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് നമുക്ക് അവിടെ കാണാമായിരുന്നു. പക്ഷേ അങ്ങേയറ്റം രോഷം നിറഞ്ഞ മുഖമാവുമായിരുന്നു ആളുകൾക്ക് ഈ ഭരണപക്ഷത്ത്. അവർ ഈ CJP സമരത്തിൽ തോറ്റു എന്ന് മാത്രമല്ല, ഇതിൽ ഇങ്ങനെയുള്ള ബാക്ക് ടു ബാക്ക് ഇങ്ങനെയുള്ള സംഗതികൾ വരികയാണല്ലോ എന്ന കാര്യവും കൂടെ വരികയാണ്.
ഇത് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും ഈ പ്രസംഗം കേട്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ വീട്ടിലിരുന്ന് ഫോണിലോ ടി വിയിലോ കാണുന്നുണ്ടാകും എന്നാണ് ഞാൻ എൻ്റെ ഈ പഴമനസ്സ് എന്നൊക്കെ പറയില്ല അതുപോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവരെ ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടിലായിട്ട് ഇതൊന്നും കേൾക്കാതെ ഇരിക്കാൻ പാകത്തിനുള്ളൊരു ഒരു ഒരു നിസ്സംഗം നില പിടിക്കാവുന്ന കാര്യം ഇതുവരെ 12 വർഷക്കാലത്തിനിടയിലുണ്ടായ ഏതെങ്കിലും സമരം പോലെയില്ല. നരേന്ദ്രമോദി ഏറ്റവും അധികം കുലുങ്ങിയത് നമ്മൾ ഈ നോട്ട് നിരോധനം പ്രഖ്യാപിച്ച് പാളിപ്പോയപ്പോൾ എന്നെ കത്തിച്ചോളൂ പച്ചക്ക് കത്തിച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്. കർഷക സമരം അവരെ കുലുക്കിയെങ്കിലും അവരത് മാനേജ് ചെയ്തു. ഇപ്പോൾ ഇതിങ്ങനൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. അതിനകത്ത് ഈ സർക്കാരിനെതിരായിട്ട് BJPക്കെതിരായിട്ട് ഈ രാഷ്ട്രീയ പക്ഷത്തിനെതിരായിട്ട് എടുത്തു വെക്കാവുന്ന ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു കാര്യത്തെ പ്രിയങ്ക ഗാന്ധി, അതും എങ്ങനെ അഗ്രസീവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി നാളെ സർക്കാരിനൊപ്പം മാത്രം നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും തള്ളിക്കളയാൻ പറ്റാത്ത വിധമുള്ള മുഖഭാവ ചലനങ്ങളോട് കൂടിയിട്ട് അവരെടുത്ത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചെറിയ കാര്യമായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഇടപെടൽ, പാർലമെൻറ്റിലെ ഇടപെടൽ അതിഗംഭീരമായിട്ടുള്ള ഒരു കയ്യടി, അപ്ലോസ്, അഭിനന്ദനം അർഹിക്കുന്നതാണ്. കാരണം രാഷ്ട്രീയം എന്നുള്ളത് BJP സർക്കാരിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ രാജ്യത്തുണ്ടല്ലോ. ഇപ്പോൾ 38-40% വോട്ട് BJPക്കും 60-ലേറെ വോട്ട് എന്ന് വെച്ചാൽ ഭൂരിപക്ഷം വോട്ട് ഇപ്പുറത്തും BJP എതിർക്കുന്ന പക്ഷത്തിന് രാജ്യത്തുണ്ട്. അപ്പോൾ ഇത് നിരന്തരമായുള്ള രാഷ്ട്രീയ സംവാദങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. രാഷ്ട്രീയ സംവാദങ്ങൾക്കിടമില്ലാത്ത വിധം ഒറ്റ കാര്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ നിലക്ക് കൃത്യമായ പോയിന്റിൽ കൃത്യമായ ഇടത്ത് ഇന്ന് പാർലമെൻറ്റിൽ അതിഗംഭീരമായിട്ട് ഇടപെട്ടു എന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയോട് വലിയ രാഷ്ട്രീയമായിട്ടുള്ള ആദരവ് തോന്നിയൊരു ദിവസമാണ്. KC വേണുഗോപാൽ, നമ്മുടെ നേതാവ് KC വേണുഗോപാലും അവിടെ ആ നിലക്ക് തന്നെ വളരെ സപ്പോർട്ടായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഇടപെടലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒറ്റ കാര്യം, അതായത് എന്തുകൊണ്ട് മോദിയും അമിത്ഷായും ഇടപെടുന്നില്ല എന്ന ചോദ്യം അവർ ആവർത്തിച്ചുയർത്തി. രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഈ ആഭ്യന്തരമന്ത്രിയുടെ കൈവശമുള്ള പോലീസ് ഫോഴ്സ് ഇത്ര വലിയ ഒരു ക്രൂരമായിട്ടുള്ള ഇടപെടൽ, പെല്ലറ്റ് തോക്കുകളും AK-47 അപ്പുറത്തെ സംസ്ഥാനത്തും ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കുട്ടികളെ തന്നെ നേരിടാൻ ഉണ്ടായ കാരണം എന്താണ് എന്ന് ആഭ്യന്തരമന്ത്രി പറയണ്ടേ, പ്രധാനമന്ത്രി പറയണ്ടേ? അതായത് അത് അവർക്ക് എങ്ങനെയാണ് ഒഴിഞ്ഞു പോകാൻ പറ്റും? ഇനിയിപ്പോൾ അവരെ കുറ്റപ്പെടുന്നതാണെങ്കിൽ ഇത് ചൈന രാജ്യവിരുദ്ധ ശക്തികളുണ്ട്, ചൈന ശക്തികളാണ്, അതുവന്ന് പറയാനുള്ള ഉത്തരവാദിത്തം, രാജ്യത്തോട് പറയാനുള്ള ഉത്തരവാദിത്തം അമിത്ഷായ്ക്കുണ്ട്. അതിന്മേൽ ആ നിലക്കുള്ള ഒരു സമ്മർദ്ദവും ഈ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും മേലെ ചെലുത്താനും ഇന്നത്തെ പ്രസംഗത്തിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.